അല്ല, അത് അത്തരം വാഗ്ദാനത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല. പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നോ അത് എം പിമാരും അനുസരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എനിക്ക് ഞാൻ അറിഞ്ഞില്ല, എന്നോട് ആരും അത് പറഞ്ഞിട്ടില്ല. എം പിമാർ മത്സരിക്കണം എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു എന്താണ് അങ്ങയുടെ നിലപാട്? എന്താണ് എം പിമാരെ പാടെ ഒഴിവാക്കി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അത് പാർട്ടി തീരുമാനിക്കുന്ന പോലെ എന്നുള്ള എൻ്റെ അഭിപ്രായം. എം പിമാർ പറയുന്ന ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് താങ്കൾ മത്സരം. താങ്കൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, പാർട്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അന്ന് പലർക്കും വാഗ്ദാനങ്ങൾ മടങ്ങി വരുമ്പോൾ കൊടുക്കാമെന്നുണ്ടായിരുന്നു, പക്ഷേ പാലിക്കപ്പെടുന്നില്ലെന്നാണ് പറയുന്നത്. അല്ല, അത് അത്തരം വാഗ്ദാനത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല. പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നോ അത് എം പിമാരും അനുസരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പത്തനംതിട്ടയിൽ രാജി തുടങ്ങിയിട്ടുണ്ട്, DCC ജനറൽ സെക്രട്ടറി ഒക്കെ രാജി വെച്ചിട്ടുണ്ട്, ബാബു ദിവാകരനൊക്കെ രാജി വെച്ചിട്ടുണ്ട്. പുറത്തു നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു, മണ്ഡലത്തിൽ പുറത്തു നിന്നുള്ള ആൾക്കാരെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഒരു ഉയർത്തുന്ന വാദം. അല്ല, അങ്ങനെയുള്ള തീരുമാനമൊന്നും പത്തനംതിട്ട തീരുമാനമൊന്നും വന്നില്ലല്ലോ. പത്തനംതിട്ടയിലെ തീരുമാനമൊന്നും വന്നിട്ടില്ല. അതെല്ലാം പത്രങ്ങളിൽ വന്നതാണ്. പാർട്ടി അങ്ങനെ തീരുമാനിച്ചു. പത്തനംതിട്ടയിൽ സാധ്യതകളില്ലേ കോൺഗ്രസിന്? പുറത്ത് ജില്ലയിൽ നിന്ന് ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടോ അവിടെ? അല്ല, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും കമന്റ് ചെയ്യുന്നില്ല. പാർട്ടി തീരുമാനം എടുക്കട്ടെ. അംഗീകരിക്കുമോ താങ്കൾ? അവിടെ നിന്നുള്ള മുതിർന്ന നേതാവ് കൂടിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കണമല്ലോ. അപ്പൊ ഞാനും അതിനകത്ത് വ്യത്യാസമല്ലല്ലോ. തിരുവല്ലയിലെ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ പാർട്ടിക്കൊപ്പം ഇല്ല BJ കുര്യൻ എന്നാണോ അതിന്റെ അർത്ഥം? അതിനെങ്ങനെ അതിനർത്ഥം കൊടുക്കുന്നത്? അതെ, ഞാൻ പറഞ്ഞത് പാർട്ടി എടുക്കുന്ന തീരുമാനം ഞാൻ അംഗീകരിക്കും. എന്റെ അഭിപ്രായം ഞാൻ പാർട്ടിയിൽ പറയും. അതിപ്പോ നിങ്ങളോട് ഇവിടെ പറയത്തില്ല. എന്റെ അഭിപ്രായം എന്തായാലും അത് പാർട്ടിയിൽ പറയും, അല്ലെ നേതാക്കന്മാരോട് പറയും. അതിപ്പോ നിങ്ങളോട് പറയത്തില്ല. പാർട്ടി എന്താ തീരുമാനം എടുക്കുന്ന അറിയട്ടെ. ഏതായാലും പാർട്ടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കയറി ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുവരെ എടുത്തതായിട്ട് എനിക്കറിയില്ല. ഈ അബിന്റെ തീരുമാനം അവിടെ അറിഞ്ഞിട്ടില്ല. ജില്ല അങ്ങനെ ഒരു ഒറ്റപ്പേരിൽ എത്തിയതിനെ കുറിച്ച് നമുക്ക് അറിവില്ലെന്നുള്ളതാണ്. എനിക്കറിഞ്ഞൂടാ. ഈ കോന്നിയിലെ മികച്ച സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തന്നെയാണ് ഇപ്പോഴും. അത് തീരുമാനിക്കട്ടെ. മികച്ച പാർട്ടിയിൽ, കോൺഗ്രസ് പാർട്ടിയിൽ മികച്ച സ്ഥാനാർത്ഥികൾ പലരും ഉണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കുമ്പോൾ നേരത്തെ നടക്കുമ്പോൾ താങ്കളുടെ ഒരു സാന്നിധ്യം ഇവിടെ കേരള ഹൗസിലും ഈ ഡൽഹിയിലുണ്ട്. ഇത് വലിയ ദൗത്യമാണോ എന്താണ്? ഞാൻ വന്നത് എനിക്കൊരു NGO ഉണ്ട്. എം പിമാരുടെയും എക്സ് MPമാരുടെയും കൂടെ NGOയുടെ 2-3 മീറ്റിംഗ് ഉണ്ട്. ഇന്നലെ അതിൻ്റെ ഇന്റർ യൂണിവേഴ്സിറ്റി ഡിബേറ്റാണ്, അത് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു ഇന്റർ യൂണിവേഴ്സിറ്റി ഡിബേറ്റ് നടത്തുന്നുണ്ട്. അത് 2 ദിവസം ഇന്നലെ ഇന്നുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാൽ ഞാനിവിടെ വന്നു. ഇപ്പോൾ ഡിബേറ്റ് നടക്കുക, അങ്ങോട്ട് പോവുകയാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുമല്ല, പാർട്ടി എടുക്കുന്നത് സ്ഥാനാർത്ഥി. അത്തരം പാർട്ടിയിലെ ഇന്ത്യയുടെ കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. മത്സരിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട് എന്ന് തോന്നുന്നു. അല്ല, MPമാർ അത് പാർട്ടി തീരുമാനിക്കട്ടെ. MPമാർ മത്സരിക്കുകയോ വേണ്ട എന്നുള്ള പാർട്ടി തീരുമാനിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ അഭിപ്രായം പറയുന്നില്ല. അല്ലെ, പാർട്ടിയുടെ തീരുമാനം വരട്ടെ. അന്നേരം താങ്കളുടെ അഭിപ്രായം KC വേണുഗോപാലിനെയും മുതിർന്ന നേതാക്കളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.